തലശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ഒ നിതീഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. വിപ്ലവം നടപ്പിലാക്കേണ്ടത് നമ്മുടെ സ്വന്തം ജീവിതത്തിലാണെന്നും വല്ലവന്റെയും ജീവിതത്തിൽ അത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷത്തിലധികം സംസ്ഥാന നിയമസഭയിൽ 2 താമര എത്തിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയിരുന്നു. അത് സംഭവിച്ചിരുന്നെങ്കിൽ ചീറ്റപ്പുലികളായ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ ആ നിയമസഭയിൽ ഉണ്ടാവുമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള, സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവർ ഉന്നയിച്ചേനെ. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവരുടെ ഉറക്കം ഇവർ കെടുത്തുമായിരുന്നു. വീണ്ടും കാട്ടാളന്മാരുടെ കൈകളിലേക്ക് കൊച്ചു കേരളത്തെ എറിഞ്ഞു കൊടുക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കണം. അതിലെ അവസാനത്തെ ഒരു വർഷമല്ല, ആദ്യത്തെ ഒരു വർഷവുമല്ല. വികസനങ്ങളൊന്നും വന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഒരു സംസ്ഥാന സർക്കാർ, അങ്ങനെ ഇന്ത്യയിലെ 28 സംസ്ഥാന സർക്കാരുകൾ, 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എല്ലാം ഭാരതത്തിന്റെ മണ്ണാണ്, ഭാരതത്തിന്റെ മക്കളാണ്. ഭാരതത്തിന് അങ്ങനെ 143 കോടി ജനത, അത്രയും പേർക്ക് വോട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി എണ്ണം തികച്ച് എണ്ണം കവിഞ്ഞ് ശക്തിമത്തായ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ സർക്കാരിന്റെ പൂർവ്വകാല 10 വർഷ ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും വിലയിരുത്തിയാണ് 3ാം തവണയും കേന്ദ്രത്തിൽ അങ്ങനെ ഒരു സർക്കാരിനെ തെരഞ്ഞെടുത്തത്. ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോഴും ഇവിടെ പ്രമേയം പാസാക്കുന്ന സർക്കാരായിട്ടാണ് കേരള സർക്കാർ നിന്നിട്ടുള്ളത്. വഖഫ് വിഷയമായാലും ശരി തന്നെ, CAA ആയാലും ശരി തന്നെ, ഇതൊന്നും ചർച്ചയ്ക്കാക്കേണ്ട വിഷയമല്ല. ഇവിടെ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം എന്തെന്ന് നിങ്ങൾ നിശ്ചയിക്കണം. ഓരോ രാഷ്ട്രീയ ഇലക്ഷൻ പ്രചരണ വേദിയിലും വാരി കോരിയിട്ട് പോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചല്ല യഥാർത്ഥ വിഷയം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചത്, ഇനി സംബന്ധിക്കാൻ പോകുന്നത്, ഇനി സംബന്ധിക്കാൻ അനുവദിച്ചുകൂടാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായ മനസ്സിലാക്കൽ നിങ്ങൾ ഉണ്ടായാൽ രാഷ്ട്രീയ പ്രബുദ്ധത അല്ല ഈ കേരളത്തിന് വേണ്ടത്. അത് നാശം മാത്രമേ വരുത്തി വച്ചിട്ടുള്ളൂ. ജൂബിലി റോഡിലെ രാമകൃഷ്ണ മന്ദിര പരിസരത്തു നിന്നും BJP പ്രവർത്തകരായ നിരവധി സ്ത്രീകളും യുവാക്കളും പുരുഷന്മാരും പങ്കെടുത്ത റോഡ് ഷോ നയിച്ചാണ് സിനിമാ താരം കൂടിയായ കേന്ദ്രമന്ത്രി NDA സ്ഥാനാർത്ഥി ഒ നിതീഷിനൊപ്പം പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്.